ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നാം കണ്ടു പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളതിൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ചും നാം കണ്ടു. രണ്ടാമതായിട്ട് നാം കണ്ടത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ചും നാം കണ്ടു. മൂന്നാമതായിട്ട് നാം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ഇനി കാത്തിരിക്കണമോ. നാം കണ്ടു പരിശുദ്ധാത്മാവാം ദൈവം ഈ ലോകത്തിലേക്ക് എന്നേക്കും ഇരിക്കുന്നതിന് വേണ്ടി വസിക്കേണ്ടതിന് വേണ്ടി വന്നതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നാം കണ്ടു. ഇന്ന് നാലാമതായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇവിടെ നാം കാണുന്നത് പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധി 3 കാര്യത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും, മാത്രമല്ല ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചും ബോധം വരുത്തുന്നത്? നമുക്കറിയാം, നാം രക്ഷിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. യോഹന്നാൻ്റെ സുവിശേഷം 1:29 കാണുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാനായിട്ടൊരു ദൈവത്തിൻ്റെ കുഞ്ഞാട് ഉണ്ട് എന്നുള്ളത് ഈ വാക്യത്തിൽ നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. നീയും പാപിയാണ്, അതുകൊണ്ട് നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മുടെ ഹൃദയത്തിലിരുന്നല്ല, നമ്മളെ പുറത്തു നിന്ന് ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അവൻ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് വന്നപ്പോൾ നാം നമ്മുടെ പാപങ്ങളെ കർത്താവിലേക്ക് കൊടുത്താൽ ആ ചുമട്, പാപത്തെക്കുറിച്ചുള്ള ഭാരം, പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം നരകമാണ് എന്നാണ് നാം കാണുന്നത്. ആ പാപത്തിൻ്റെ ശമ്പളമായ നരകത്തിൻ്റെ ശിക്ഷ കർത്താവിലേക്ക് നാം കൊടുക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ 1:12 കാണുന്നത്, ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോഴെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരണം എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു പാപിയിൽ ബോധം വരുത്തും. അതുപോലെ നമ്മൾ 3:16 വാക്യത്തിൽ നാം കാണുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തെ സ്നേഹിച്ചു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവൻ ദൈവം ഒരു പാപിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. മാത്രമല്ല, കർത്താവിൽ മരിക്കാതിരുന്നാൽ അവർ ന്യായവിധി ഉണ്ടാകും. പുത്രനിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും, പുത്രനിൽ അനുസരിക്കാത്തവനോ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പരിശുദ്ധാത്മാവാണ് ആ ഒരു വ്യക്തിയെ, പാപിയെ ബോധം വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ നാം ആ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധം വരുത്തുമ്പോൾ നാം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്ത് നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഏകദൈവം ഏകരക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടും, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായവരെക്കുറിച്ച് പിന്നെയും പരിശുദ്ധാത്മാവ് നമ്മുടെ
അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലാണ് വീണ്ടും അത് അപ്പോൾ പിന്നെ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. നാം ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികൾ അതെങ്ങനെയുള്ളത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധം വരുത്തും എന്ന് നമ്മുടെ വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്ന ആദ്യത്തെ കാര്യം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. ഇനി നമുക്ക് വേറൊരു ഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 8-ന്റെ 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെടുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത്. നമുക്ക് പറഞ്ഞു, രണ്ടാമതായിട്ട് ആദ്യദാനമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അതാണ് കാണുന്നത്. നാം പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി നമ്മുടെ ഹൃദയം നാം തുറന്നു കൊടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ആദ്യദാനമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ് ദാനമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വസിക്കുന്ന ആദ്യദാനമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-16 വാക്യത്തിലാണ്. അവിടെ നാം കാണുന്നത്, നമുക്ക് എന്നേക്കും നമ്മളിൽ വസിക്കുന്നു. ആദ്യം നമ്മൾക്ക് നീതിയെക്കുറിച്ച് ബോധം വരുത്തും. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്ന ദാനം ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് എന്നേക്കും നമ്മളിൽ വസിക്കുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നമ്മളെത്ര ഭാഗ്യമുള്ളവരാണ് പ്രിയ സഹോദരിമാരെ. നമുക്ക് എന്നേക്കും നമ്മളിൽ വസിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് നമുക്ക് 2 കൊരിന്ത്യർ 1-ന്റെ 22-ാം വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 1-ന്റെ 22-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കത് അടുത്തതായിട്ട് നാം കണ്ടു. ഒന്നാമതായിട്ട് നമുക്ക് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നും കണ്ടു. രണ്ടാമതായിട്ട് നാം കണ്ടു, അവൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആദ്യദാനമായിട്ട് നമ്മളിൽ ഇരിക്കുന്നുവെന്ന് കണ്ടു. മൂന്നാമതായിട്ട് നാം കണ്ടു, ആത്മാവ് എന്നേക്കും നമ്മളിൽ വസിക്കുന്നു എന്നുള്ളത് കണ്ടു. നാലാമതായിട്ട് ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. നാലാമതായിട്ട് അവൻ നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത് കാണുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നാലും നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നു. ആ വാക്യം നമുക്ക് റോമർ 8-ന്റെ 26-ാം വാക്യത്തിൽ കാണുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് റോമർ 8-ന്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നമുക്കായി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് നാം ഒരിക്കലും മറന്നു പോകാനായിട്ട് സാധിക്കില്ല. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം വളരെ ബലഹീനരാണ്, നമുക്കൊരു കഴിവുമില്ലാത്തവരാണ്. എന്നാൽ നമ്മോട് കൂടെ ആദ്യദാനമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് മുഖാന്തരമായിട്ട് നാം ഭാഗ്യമുള്ളവരാണ് സഹോദരിമാരെ. കാരണം നാം ദിവസം പ്രതി ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ നമുക്കറിയത്തില്ല. എന്നാൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അവൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു. മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ആറാമതായിട്ടാണ് ഞാനിപ്പോൾ വായിച്ച വാക്യം 2 കൊരിന്ത്യർ
1:22 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. നമുക്കറിയാം, നാം ഒരു പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം, ഒരു വീട് സ്ഥലവും നാം മേടിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെട്ട്, നമ്മൾ വീട് പോയി കണ്ടു, സ്ഥലം പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആണെങ്കിൽ നാം അത് മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നാം ചെയ്യുന്നത് അതിന് അഡ്വാൻസ് കൊടുക്കും, അല്ലെങ്കിൽ അച്ചാരം കൊടുക്കും. അച്ചാരം കൊടുക്കുന്നത് എന്തിനാണ്? സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ഇനി മുതൽ അത് ചിലത് നല്ല എമൗണ്ട് കൊടുത്താണ് ചിലത്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ അഡ്വാൻസായിട്ട്, അല്ലെങ്കിൽ പറയുകയാണ്, വസിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാണ്? അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. അതുപോലെ തന്നെയാണ് വിശ്വസ്തന്മാരായിട്ടുള്ളവർ ഈ ലോകത്തിൽ പോലും. അതുപോലെ എന്നാൽ സർവശക്തനായ ദൈവം, വിശുദ്ധനായ ദൈവം, വാക്കുമാറാത്തവനായ ദൈവം, നമ്മെ പരിപാലിപ്പാൻ കഴിവുള്ളവനായുള്ള ദൈവം, അവൻ പറയുകയാണ്, ഇനിയുള്ള കാര്യം പരിശുദ്ധാത്മാവ്, ഇനിയുള്ള കാര്യം നിൻ്റെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ആ വാക്യത്തിൽ 7-ാമതായിട്ട് കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. നമുക്കറിയാം, മുദ്രയില്ലാത്ത ഒരു കാര്യവും, ഈ വസ്തു തന്നെ മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ചു കഴിയുമ്പോൾ ആ പേപ്പറിൽ മുദ്ര കാണും. അല്ല, നമ്മുടെ SSLC ബുക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ അവിടെ വലിയ ചെയർമാൻ്റെ മുദ്ര അവിടെ കാണുവാനായിട്ട് സാധിക്കും. കേരള യൂണിവേഴ്സിറ്റിയുടെ മുദ്ര ആ ചെയർമാൻ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ അതൊന്നും കൂടെ സ്ഥാപിക്കാൻ വേണ്ടി സൈൻ ഇടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് മുദ്ര എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂയെക്കുറിച്ചാണ് മുദ്ര കാണുന്നത്. അത് നമുക്ക് എഫെസ്യർ അപ്പം ഇവിടെ നമുക്ക് കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിട്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ മുദ്ര ഉണ്ടെന്ന് കാണുന്നു. അതുപോലെ വേറൊരു വാക്യത്തിലും അത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഫെസ്യർ 1-ാം വാക്യത്തിൽ കാണുന്നു, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിട്ടവരേക്കാണ്. അച്ചാരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുദ്ര, പരിശുദ്ധാത്മാവ് നമ്മളാൽ മുദ്രയിട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 8-ാമതായിട്ടുള്ളത് ആത്മാവിൻ്റെ സ്നാനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 12:13 നാം കാണുന്ന 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത് 1 കൊരിന്ത്യർ 12-ന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇവിടെ നമുക്ക് 13-ാം വാക്യത്തിൽ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഇവിടെ ആത്മാവിൻ്റെ സ്നാനം നമ്മൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവം, നാം കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് എന്ന ആദ്യദാനം ലഭിക്കുന്നു. അപ്പോൾ യഹൂദന്മാരോ ജാതികളോ എന്ന് വ്യത്യാസമില്ലാതെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മെ യോജിപ്പിക്കുന്നു. അപ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് സഹോദരിമാരെ. നാം അത് മറന്നു പോകുവാൻ പാടില്ല. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ ആ പരിശുദ്ധാത്മാവ് നമ്മെ എടുത്ത് യേശുവിൻ്റെ ശരീരത്തോട് നമ്മെ ചേർക്കുന്നു എന്നുള്ളത് പിന്നെ നാം അവിടെ നമുക്ക് ആ വാക്യങ്ങളിലുള്ളത് പിന്നെയുള്ള ഭാഗങ്ങളെല്ലാം നാം കാണുന്നത് നാം പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് തീരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, ശരീരം ഒരവയവമല്ല പലതത്രേ. ഞാൻ കൈ എല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണാൽ ശ്രവണമിടെ. ഇവിടെ നാം കാണുന്നത് എല്ലാവരും, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്
ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ആത്മാവിൻ്റെ സ്നാനത്താൽ നടക്കുന്ന സംഭവം നാം പരിശുദ്ധാത്മാവും ദൈവം നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ശരീരത്തോട് നമ്മെ യോജിപ്പിച്ചിരിക്കുന്നു. നാം ഇനി യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നാം ഇവിടെ ഒരു കാര്യം ഓർക്കണം. നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് നാം ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശരീരത്തിലുള്ള എല്ലാ അംഗങ്ങളെയും സ്നേഹിക്കുവാനും കരുതുവാനും നാം ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടു, പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പോൾ നാം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള 8 കാര്യങ്ങളെ നാം ഇന്നിവിടെ കാണുവാനായിട്ട് സാധിച്ചു. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് നാം അവിശ്വാസികളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. മൂന്നാമതായിട്ട് നാം കണ്ടു, ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മിൽ വസിക്കുന്നു. നാലാമതായിട്ട് നാം കണ്ടു, പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് അറിയത്തില്ല, പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. അഞ്ചാമതായിട്ട് നമുക്ക് കണ്ടു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നാം പക്ഷപാതം ചെയ്യുന്നു. ആറാമതായിട്ട് കണ്ടു, പരിശുദ്ധാത്മാവ് നാം അച്ചാരം ചെയ്യുന്നു. ഏഴാമതായിട്ട് നാം കണ്ടു, ആത്മാവിൻ്റെ മുദ്ര നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. എട്ടാമതായിട്ട് നാം കണ്ടു, ആത്മാവിൻ്റെ സ്നാനം നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഇനിയും അനേക കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. നാം പരിശുദ്ധാത്മാവാൻ ദൈവം നാം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് യോജിപ്പിച്ചിരിക്കുകയാണ്. നാം ഇനി നമുക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധരായിട്ട് ജീവിപ്പാൻ ഓരോ ദിവസവും നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കേൾവി കൊണ്ട്, അതുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം. കാരണം നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ള അംഗങ്ങളെക്കുറിച്ച് ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിച്ചു, നമുക്ക് ഒരു കാര്യം നോക്കിയാൽ നമുക്ക് എനിക്കിനി ഒരു കണ്ണിലും ശരീരത്തിൽ ഒത്തിരി അവയവങ്ങളുണ്ടല്ലോ, ഈ കണ്ണ് ഇനി വേണ്ട എന്ന് വെക്കുകയില്ല. നാം വേഗം ചെന്ന് കണ്ണിന് ഒരു കാര്യം വന്നാൽ വേഗം ട്രീറ്റ്മെൻറ്റ് എടുത്ത് നാം അതിൻ്റെ കാര്യം ചെയ്യും. വേണ്ട, നമ്മുടെ വിരലിൻ്റെ അറ്റത്തൊരു പ്രശ്നമുണ്ടായാൽ നാം സാരമില്ല, വിരലിൻ്റെ അറ്റമല്ലേ, അല്ലെങ്കിൽ വിരലിൻ്റെ ഒരറ്റത്തൊരു സാരമുണ്ട്, കാലല്ലേ, അതിനിപ്പോൾ എന്ത് വാല്യാണ് ഉള്ളത്, അത് പൊക്കോട്ടെ എന്ന് നമ്മൾ വെക്കുകയില്ല. കാരണം കണ്ണ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നാം അത് ഓർക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ ഞാൻ ഈ ഭവനത്തിൽ ഈ കർത്താവിൻ്റെ ശരീരത്തിൽ ഒരു കാലിൻ്റെ ഒരറ്റമാണല്ലോ എന്ന് ചിലപ്പോൾ നാം വിചാരിക്കുന്നുണ്ടാകും. അതങ്ങനെയല്ല. കാലിൻ്റെ ആ വിരലാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള പാർട്ടുണ്ട്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുവാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ 12-35 വാക്യത്തിൽ നാം കാണുന്നത്, നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് നാം 23 വേണമെന്ന് ശരീരത്തിൽ മാനം കുറഞ്ഞുവെന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു
ഇതിവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെ നന്ദിയുള്ളവരായിട്ട് ജീവിപ്പാൻ, വിശുദ്ധരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.